ഒന്ന് ഇതിൻ്റെ മൂന്നാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി പറയുന്നുണ്ട്, എൻ്റെ സർക്കാർ ജനത പ്രഥമസ്ഥാനീയർ എന്ന നയം പതിവായി സ്വീകരിക്കുന്നു. പീപ്പിൾ ഫസ്റ്റ് എന്ന പോളിസിയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാതലെന്ന് പറയുന്നത്. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഈ 12ാമത്തെ പാരഗ്രാഫും 15, 16 പാരഗ്രാഫുകളും അതിൻ്റെ ഭാഗമായി തന്നെയുള്ള 11ാം പാരഗ്രാഫ് കൂടി ഒന്ന് ചുരുക്കി ഒന്ന് പറയാം. ഞാനത് ആകെ വായിക്കുന്നില്ല. എൻ്റെ സർക്കാരിന് പാരഗ്രാഫ് 11 എൻ്റെ സർക്കാരിന് ഭരണഘടനാ മൂല്യങ്ങളോടും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ധാർമ്മികതകളായ ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സോഷ്യലിസം എന്നിവയോടും ആഴത്തിലുള്ള പ്രതിബദ്ധതയുണ്ട്. പൊതുമണ്ഡലത്തിൽ ഈ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കൂടാതെ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഭരണഘടനാ കോടതികളെ സമീപിക്കുന്നതിനും സാധ്യമായ എല്ലാ നടപടികളും എൻ്റെ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഗവർണർ വായിച്ച ഭാഗമാണ്. അതിൻ്റെ തുടർച്ചയിലാണ് പറയുന്നത് 12 ഇത്തരം സാമൂഹികവും സ്ഥാപനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ധനകാര്യ ഫെഡറലിസത്തിൻ്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. സംഖ്യയെല്ലാം ഫിഗറെല്ലാം കൃത്യമായി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 13ാമത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, 26-27 കാലയളവിൽ 8,000 കോടി രൂപയുടെ വാർഷിക വരുമാന നഷ്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രവുമല്ല അതിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണവും IGST ക്രമീകരണവും കാരണം ഈ വർഷം മാത്രം സംസ്ഥാനത്തിന് 17,000 കോടി രൂപ നിഷേധിക്കപ്പെട്ടു. 15ാം ധനകാര്യ കമ്മീഷൻ്റെ അംഗീകൃത ശുപാർശകളിൽ നിന്നുള്ള GSDP മെത്തഡോളജിയുടെ വ്യതിയാനം മൂലം 4,250 കോടി രൂപ അധിക നഷ്ടവുമുണ്ടായി എന്ന് ഇതിൽ സൂചിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്, കേരളം ധനകാര്യ വകുപ്പ് മന്ത്രി എന്നും പറയുന്ന കാര്യമാണ്. ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ട് 10ാം ധനകാര്യ കമ്മീഷൻ ജനസംഖ്യാടിസ്ഥാനത്തിൽ നമുക്ക് 3.87% സംഖ്യ നമുക്ക് തന്നിരുന്നു. എന്നാൽ ജനസംഖ്യാ നിയന്ത്രണവും സാമൂഹ്യമായിട്ടുള്ള നേട്ടങ്ങളും കൈവരിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് 1.92% ഏതാണ്ട് പകുതിയായി കുറച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ പ്രശ്നം എന്താണ് എന്ന് അവതരിപ്പിക്കപ്പെട്ടൊരു സാഹചര്യമാണ്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ, രാജ്യത്തിൻ്റെ വരുമാനത്തെ സംബന്ധിച്ച് എത്രയാണ് പ്രതിശീർഷ വരുമാനം, ആഭ്യന്തര വരുമാനം ശരാശരി എത്ര ശതമാനമാണ് രാജ്യത്തിൻ്റെ? 6% താഴെയാണ്. കേരളത്തിൻ്റെ ആഭ്യന്തര വളർച്ച എന്ന് പറയുന്നത് 12%. ഇന്ത്യയിൽ ഏറ്റവും ആഭ്യന്തര വളർച്ച കൈവരിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാ? ഇപ്പോൾ 2 ലക്ഷം കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നേരത്തെ എത്രയായിരുന്നു കേരളത്തിൽ? 3 ലക്ഷം കോടി രൂപയുടെ ആയിരുന്നോ? എത്രയായിരുന്നു കേരളത്തിലെ ബജറ്റ്? ബജറ്റ് സംഖ്യ ഓരോ വർഷവും വർദ്ധിപ്പിക്കല്ലേ ഗവൺമെൻറ്? എക്സ്പെൻഡിച്ചർ കുറയ്ക്കല്ല, എക്സ്പെൻഡിച്ചർ കൂട്ടല്ലേ? ആ എക്സ്പെൻഡിച്ചറിന് പുറത്തല്ലേ കിഫ്ബി വഴിയുള്ള വികസനം? അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട് ബോർഡ് വഴി നടത്തിയിരുന്ന ഈ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാർക്ക് നൽകിക്കൊണ്ടിരുന്ന പെൻഷൻ ഒരു പക്ഷേ ഗവൺമെൻറ് കൃത്യസമയത്ത് നൽകിയില്ലെങ്കിലും അതിനൊരു ഫണ്ട് ബോർഡ് ഉണ്ടാക്കി നടത്തിയിട്ടുള്ള പ്രവർത്തനം ഈ നാട്ടിലെ വികസനവും ക്ഷേമവും ഒന്നും കാണുന്നില്ലേ? യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്ന ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് അതിന് ഏതെങ്കിലും നിലയിൽ തടയിടാനും അതിന് തടസ്സപ്പെടുത്താനുമുള്ള പരിശ്രമങ്ങളുടെ തുടർച്ചയിൽ ആ ഭാഗം വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ഗവർണർ ബാക്കിയുള്ളതൊക്കെ വായിച്ചല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കേരളം നേരിടുന്ന പ്രശ്നം അതിനു മുന്നിലും അതിജീവിക്കില്ല എന്നല്ല പറഞ്ഞത്. ഇവിടെ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയല്ലോ. എന്താ രാജ്യത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം? കേരളത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരായി ശക്തമായൊരു പ്രക്ഷോഭം കോൺഗ്രസ് നടത്തിയോ? ലേബർ കോഡിനെതിരായിട്ടൊരു സമരത്തിൽ രാജ്യത്ത് INTUC നിൽക്കുമ്പോൾ കോൺഗ്രസ് മറുപടി പറയണമല്ലോ. കേരളത്തിലെ INTUC ലേബർ കോഡുകൾക്കെതിരായി അത് പിൻവലിക്കണമെന്ന് പറയുന്ന തൊഴിലാളികളുടെ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന നയല്ലേ നടപ്പിലാക്കുന്നത്? നിങ്ങൾ നോക്കൂ, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വം അംഗീകരിക്കുന്ന STU, ഇന്ത്യയിൽ INTUCയും STUയും ഒക്കെ അത്തരം സംഘടനകൾ, എല്ലാ തൊഴിലാളി സംഘടനകളും BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ ലേബർ കോഡിനെതിരായി നിൽക്കുമ്പോൾ എന്താ കോൺഗ്രസിന്റെ നിലപാട്? INTUCയുടെ നിലപാടെന്താ? ഈ നിലയിൽ സംഘപരിവാറിനെ എല്ലാ നിലയിലും, അത് ഞാനിപ്പോൾ അതിൻ്റെ ഈ വിഷയത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളത് കൊണ്ട് വിശദീകരിക്കുന്നില്ല, എല്ലാ കാലത്തും സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുകയും അടിയറവ് പറയുകയും ചെയ്തവരാണ്. ശാഖയ്ക്ക് കാവൽ നിന്നയാൾ KPCC പ്രസിഡന്റിന്റെ കസേരയിലിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നമ്മുടെ നാട് വീണ്ടും വീണ്ടും ഓർക്കേണ്ടതുണ്ട്.